മുങ്ങിമരണങ്ങൾക്ക് തടയിടാൻ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും നിവേദനവുമായി കോഴിക്കോട് നിന്നും തലസ്ഥാനത്തെത്തി. മുങ്ങിമരണങ്ങൾ ഇല്ലാതാക്കാനാണ് നീന്തൽ താരമായ റെന ഫാത്തിമ കുടുംബത്തോടൊപ്പം നിവേദനവുമായി നേരിട്ട് നൽകാൻ തിരുവനന്തപുരത്തെത്തിയത്. വിദ്യാർത്ഥിനിയുടെ ശ്രമത്തെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പ്രശംസിച്ചു. റെന ഫാത്തിമയുടെ നീന്തലിന്റെ അപൂർവവും വിസ്മയവുമായ പ്രകടനങ്ങൾ വാർത്താ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പുഴകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കുട്ടികൾ മുങ്ങിമരിക്കുന്ന ദാരുണ സംഭവങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് ഈ പ്രശ്നവുമായാണ് 8 വയസ്സുകാരി തന്റെ ആവശ്യവുമായി തലസ്ഥാനത്തെത്തിയത്. തിരുവമ്പാടി നിയോജകമണ്ഡലം MLA CK കാസിമിന്റെ നേതൃത്വത്തിലാണ് റെനയും കുടുംബവും മുഖ്യമന്ത്രി VD സതീശനെയും വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനെയും നേരിൽ കണ്ട് റെന നിവേദനം സമർപ്പിച്ചു. മുൻപ് നടന്ന നവകേരള സദസ്സിലും അന്നത്തെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകി റെന കേരളത്തിന്റെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. അന്നത്തെ നവകേരള സദസ്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അതിഥിയായിരുന്ന റെന തന്റെ 3ാം വയസ്സിൽ തോട്ടുമുക്കം ചെറുപുഴയിലൂടെ നിഷ്പ്രയാസം നീന്തിക്കയറിയ റെനയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു. റെനയുടെ അസാധ്യമായ നീന്തൽ വൈഭവം കണ്ട് മുൻപ് രാഹുൽ ഗാന്ധിയും നേരിട്ടെത്തി ഈ കൊച്ചുമിടുക്കിയെ പ്രശംസിച്ചിട്ടുണ്ട്. ഈ അപൂർവ നേട്ടം മുൻനിർത്തി മുക്കം നഗരസഭ തങ്ങളുടെ നീന്തിവാ മക്കളെ എന്ന ജനകീയ പ്രോജക്റ്റിന്റെ ബ്രാൻഡ് അംബാസഡറായി റെനയെ നിശ്ചയിക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തകൻ റഫീഖ് തോട്ടുമുക്കത്തിന്റെയും റിഫാന റഫീഖിന്റെയും മൂത്ത മകളായ റെന ഫാത്തിമയെ തേടി ഇതിനോടകം നിരവധി പുരസ്കാരങ്ങളാണ് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിനെ കണ്ടു, സന്തോഷായി. മുങ്ങിമരണങ്ങൾ ഇല്ലാതാക്കാൻ എല്ലാ സ്കൂളിലും നീന്തൽക്കുളം വേണമെന്ന് മുഖ്യമന്ത്രിനോട് പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാൻ പറഞ്ഞു. മുഖ്യമന്ത്രിനെ കണ്ടപ്പോൾ സന്തോഷായി. കുരുന്നുകളുടെ ജീവൻ ജലാശയങ്ങളിൽ ഹോമിക്കപ്പെടാതിരിക്കാൻ റെന നടത്തിയ ഈ ഇടപെടലിൽ വലിയ പ്രതീക്ഷയിലാണ് മലയോര മേഖലയിലെ ജനങ്ങളും രക്ഷിതാക്കളും. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.